എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. 2020 ഞാൻ ഇവിടെ കയറിയത്. അതിൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. നോമൻക്ലേച്ചർ കഴിഞ്ഞ് നമ്മൾ ഐസോമെറിസം പറഞ്ഞു, പിന്നെ ബോണ്ടിന്റെ ഫിഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, കൊറേറ്റിക് ക്ലീവേജ്, ഹോമോളിറ്റിക് ക്ലീവേജ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കാർബോകാറ്റോൺ, കാർബാനോൺ, പിന്നെ ഫ്രീ റാഡിക്കൽ, ഇത് മൂന്നിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് സബ്സ്ട്രേറ്റ് ആൻഡ് റിയേജന്റ്. ഈ ടോപ്പിക്കാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അയൺസ് ആർ ജനറലി നോട്ട് ഫോംഡ് ഇൻ ദി റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താണ് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് റിയാക്ഷനിൽ അയോൺസ് ഫോം ചെയ്യാറില്ല. Molecules as such participate in the reaction. It is convenient to name one reagent as substrate and other as reagent. ഇപ്പൊ നമുക്ക് അയോൺസ് ഫോം ചെയ്യില്ല, മോളിക്യൂൾസ് അതേപോലെ റിയാക്ഷനിൽ പങ്കെടുക്കാൻ ചെയ്യില്ല. ഒരു റിയാക്ഷനിൽ നമുക്ക് അറിയാം, ഒരു രണ്ട് ആളുകളിൽ മിനിമം പങ്കെടുക്കണം. അപ്പൊ അതിനകത്ത് ഒരാളെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിച്ചു, മറ്റേ നമ്മൾ റിയേജന്റ് എന്ന് വിളിച്ചു. In general, a molecule whose carbon is involved in new bond formation is called substrate and the other one is called reagent. ഇപ്പൊ എന്താണ്, പുതിയ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന ആളെ അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ മറ്റേ ആളെ വെച്ചാൽ പുതിയ ബോണ്ട് ഉണ്ടാക്കാത്ത ആളെ, ഈ പുതിയ ബോണ്ട് ഉണ്ടാക്കുന്ന ആളെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളെ, ഇതിനാണ് നമ്മൾ എന്താണ് റിയേജന്റ് നമ്മൾ വിളിക്കുന്നത്. When carbon-carbon bond is formed, the choice of naming the reactants as substrate and reagent is arbitrary and depends on molecule under observation. ഇപ്പൊ നമുക്ക് എന്താണ് സബ്സ്ട്രേറ്റ് റിയേജന്റ് തമ്മിൽ എന്താണ് കാർബൺ രണ്ടിലും കാർബൺ ആറ്റംസ് തമ്മിലാണ് ബോണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ നെയിം ചെയ്യുന്നത്, എന്താണ് ഏതിനാണ് സബ്സ്ട്രേറ്റ് എടുക്കണം, ഏതിന് റിയേജന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏത് മോളിക്യൂളിലാണ് ഒബ്സർവ് ചെയ്യുന്നത് ആ മോളിക്യൂൾ നമ്മൾ സബ്സ്ട്രേറ്റ് എടുക്കും, മറ്റേ ആളെ നമ്മൾ റിയേജന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യം ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിട്ടുള്ളത് CH2 ഡബിൾ ബോണ്ട് CH2, മറ്റേതിനകത്ത് Br. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ ബോണ്ട് ഉണ്ടാക്കുന്ന ആള് അതാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് എന്താണ് ഈത്തീൻ എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് സബ്സ്ട്രേറ്റും, എന്നാൽ അറ്റാക്ക് ചെയ്ത ആളാണ് റിയേജന്റ്, ബ്രോമിനാണ് ഇവിടുത്തെ റിയേജന്റ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് റിയേജന്റും ഒരു ബെൻസീൻ മോളിക്യൂളും CH3Cl മോളിക്യൂളും അല്ലേ. ഇപ്പൊ രണ്ടിലും എന്താണ് കാർബൺ ഉണ്ട്. അപ്പൊ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബെൻസീൻ മോളിക്യൂളിനെ ഒബ്സർവ് ചെയ്തു, അതുകൊണ്ട് അതിനെ സബ്സ്ട്രേറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, എന്ന് അറ്റാക്ക് ചെയ്ത ആളിനെ നമ്മൾ റിയേജന്റ് എന്ന് വിളിച്ചു. ഓക്കെ, അടുത്ത പറയുന്നത് ന്യൂക്ലിയർ ഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. റിയേജന്റ്സ് അറ്റാക്ക് ദി റിയാക്റ്റീവ് സൈറ്റ് ഓഫ് ദി സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിന്റെ റിയാക്റ്റീവ് ആയിട്ടുള്ള സൈറ്റിലാണ് ആരോ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മുടെ റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ദി റിയാക്റ്റീവ് സൈറ്റ് മേ ബി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് പോർഷൻ ഓഫ് ദി മോളിക്യൂൾ. ഇപ്പൊ എന്താണ് ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് എന്താണ്, ഒന്നെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മോളിക്യൂൾ ആവാം, ഒരു പൊസിഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് റിയാക്റ്റീവ് സൈറ്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സൈറ്റ് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് പോസിറ്റീവ് റിയാക്റ്റീവ് സൈറ്റ്. എക്സാമ്പിൾ വന്നേക്കുന്നത് an atom with incomplete electron shell or the positive end of the dipole in the molecule. എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, എന്താണ് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആറ്റം, അല്ലെങ്കിൽ ഒരു ഡൈപോളിന്റെ പോസിറ്റീവ് എൻഡ്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്താണ് അതിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് പോർഷൻ ആണ്. ഇൻ ദി അറ്റാക്കിംഗ് സ്പീഷീസ് ഇലക്ട്രോൺ റിച്ച് ഇറ്റ് അറ്റാക്സ് ദീസ് സൈറ്റ്സ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സൈറ്റിനെ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആയിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, if an attacking species is electron deficient, the reactive site for it is that part of the substrate molecule which can supply electrons. ഇപ്പൊ എന്താണ് പറയുന്നത്, ഇപ്പൊ നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ റിയാക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന റിയേജന്റ് എന്തായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അതേപോലെ തന്നെ വൈസ് വേഴ്സ, നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ റിയാക്റ്റീവ് സൈറ്റ് ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന റിയേജന്റ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ ആ ലോജിക്ക് ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് അറ്റാക്കിംഗ് സ്പീഷീസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുന്ന ആൾ റിയേജന്റ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ദ റിയാക്റ്റീവ് സൈറ്റ് ഫോർ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വിച്ച് ക്യാൻ സപ്ലൈ ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, അറ്റാക്ക് ചെയ്യപ്പെടുന്ന മോളിക്യൂൾ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഡബിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺസ്. ഓക്കെ, a reagent that brings an electron pair to the reactive site is called a nucleophile. ഇല്ലേ, ഇപ്പൊ എന്താണ് ഒരു നമ്മുടെ എന്താണ് ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്ന റിയേജന്റ് അല്ലേ, ഇലക്ട്രോൺ റിച്ച് ആയുള്ള റിയേജന്റ് നമുക്ക് എന്താ പറയാ, നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കാം. ഓക്കെ, റിയേജന്റ് that takes away an electron pair from the reactive site is called electrophile. എന്താണ്, സബ്സ്ട്രേറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്ന ആളെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളെ
അതിനെ നമുക്ക് അങ്ങനെയുള്ള റിയേജന്റിനെ നമുക്ക് ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാം. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് ഇല്ലേ? അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾ അല്ലേ? ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഇഷ്ടപ്പെടുന്ന ആൾ. ഇപ്പം ന്യൂക്ലിയസിന്റെ ചാർജ് നമുക്ക് പോസിറ്റീവ് ആണെന്ന് അറിയാം. അപ്പൊ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആൾ എന്ന് പറയുന്നത് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ള ആളായിരിക്കും. അപ്പം ആ ലോജിക്ക് വെച്ച് ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ആണെന്നും ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ. During a polar organic reaction, a nucleophile attacks on an electrophilic center of the substrate. ഇല്ല, ഒരു പോളർ ഓർഗാനിക് റിയാക്ഷൻ ആണെങ്കിൽ ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള റിയേജന്റ് എവിടെയാണ്? ഇലക്ട്രോഫിലിക് സെന്ററിലാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ എന്താണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും പോയി എന്താണ് ഈ ന്യൂക്ലിയോഫൈൽ പോയി ഇലക്ട്രോഫിലിക് എന്ന് വെച്ചാൽ ഇലക്ട്രോഫിലിക് സെന്റർ എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സെന്റർ. ഓക്കെ. ഇലക്ട്രോഫിലിക് സെന്റർ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ലവ് ചെയ്യുന്ന സ്ഥലം അല്ലേ? അപ്പൊ അതിന് പോസിറ്റീവ്ലി ചാർജ് സെന്റർ അല്ലേ? പോസിറ്റീവ്ലി ചാർജ് സെന്ററിലേക്ക് ആര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു? ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. Which is that specific atom or part of the substrate which is electron deficient. Okay. ഒരു ന്യൂക്ലിയോഫൈൽ എപ്പോഴും പോയി ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്ഥലത്തായിരിക്കും പോയി അറ്റാക്ക് ചെയ്യുന്ന ആലോചിക്കും. സിമിലർലി ഇലക്ട്രോഫൈൽസ് അറ്റാക്ക് ന്യൂക്ലിയോഫിലിക് സെന്റർ എന്ന് വെച്ചാൽ ഇലക്ട്രോഫൈൽ എവിടെ പോയി അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെന്ററിലായിരിക്കും പോയി അറ്റാക്ക്. Thus the electrophiles receive electron pair from the substrate when the two undergo bonding interaction. അപ്പൊ എന്താണ് ഇലക്ട്രോഫൈൽ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ അത് എന്താണ് നോക്കുന്നത്? അത് സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പെയറിനെ റിസീവ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ. A curved arrow notation is used to show the movement of an electron pair from the nucleophile to the electrophile. അപ്പൊ എന്താണ് ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഇലക്ട്രോഫൈലിലേക്കുള്ള ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നമ്മൾ ഒരു curved arrow വെച്ചാണ് കാണിക്കുന്നത്. Some examples of the nucleophiles are the negatively charged ions. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ആണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്? ഹൈഡ്രോക്സൈഡ് അയോൺ, OH മൈനസ്, അല്ലെങ്കിൽ സയനൈഡ് അയൺ CN മൈനസ്, കാർബൺ അയോൺസ് എല്ലാം എന്താണ് ന്യൂക്ലിയോഫൈൽസ് ആണ്. കാർബൺ നമുക്കറിയാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതെല്ലാം ന്യൂക്ലിയോഫൈൽസ് ആണ്. ന്യൂട്രൽ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. വാട്ടർ, H2O മോളിക്യൂള്, R3N, ടെർഷ്യറി അമൈഡ് അല്ലെങ്കിൽ സെക്കൻഡറി അമൈഡ്, ഇതെല്ലാം എന്താണ് ന്യൂട്രൽ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ഇവരെല്ലാം ഇവർക്കും എന്താണ് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട്. കാരണം എന്താ? ഇവർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇവർക്കും എന്താണ് ന്യൂക്ലിയോഫൈൽസ് ആക്ട് ചെയ്യാം. Examples of electrophiles include carbocations and neutral molecules having functional groups carbonyl groups. എന്താണ് ന്യൂക്ലിയോഫൈൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ്ലി ചാർജ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ന്യൂട്രൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അതേപോലെ ഇലക്ട്രോഫൈൽസിന്റെ എക്സാമ്പിൾ ആണ് കാർബോകാറ്റോൺസ്, പിന്നെ കാർബണൈൽ ഗ്രൂപ്പും ആൽക്കഹൈഡ് പോലെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ള മോളിക്യൂൾസ്. The carbon atom in carbocations has textured configuration. അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാർബോകാറ്റോണിൽ ടെക്സ്റ്റഡ് കോൺഫിഗറേഷൻ ആണ്. എന്താ? 6 ഇലക്ട്രോൺസ് കാർബൺ ഉള്ളൂ. Hence, it is electron deficient and can receive a pair of electrons for the nucleophiles. അതുകൊണ്ട് അവർക്ക് എന്താണ് ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റും. In neutral molecules such as alkyl halides, due to the polarity of carbon halogen bond, a partial positive charge is generated on the carbon atom and hence the carbon atom becomes an electrophilic center at which a nucleophile can attack. ഇപ്പൊ എന്താണ് ഒരു ആൽക്കൈൽ ഹാലൈഡിൽ കാർബൺ ഹാലജൻ ബോണ്ട് എന്താ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം ഹാലജൻ എന്ന് പറഞ്ഞാൽ കാർബണിനെക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിനൊരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കിട്ടും അല്ലേ? അപ്പൊ ഈ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ള സൈഡിലേക്ക് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോൺ മൂവ്മെന്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ. The movements of electrons in organic reaction can be shown by curved arrow notation. It shows how changes in bonding occur due to electronic distribution during the reaction. To show the change in position of a pair of electrons, curved arrow starts from the point where an electron pair is shifted at tends at a location to which the pair of electron mu. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഗാനിക് റിയാക്ഷനിൽ നമ്മൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ത് വെച്ചാണ് ഇതിന്റെ curved arrow വെച്ചാണ് കാണിക്കുന്നത്. ആരോയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അവിടെ ആയിരിക്കും. ടെയിൽ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് വരുന്നത് അവിടെ നിന്നായിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഒരു ആറ്റവും പിന്നെ ഒരു സിംഗിൾ ബോണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് എന്താണ് 5 ബോണ്ടിലെ ഇലക്ട്രോൺസ് അടുത്തുള്ള ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? അതാണിത്. അപ്പൊ 5 ബോണ്ടിൽ നിന്ന് അടുത്തുള്ള ബോണ്ടിലേക്കുള്ള ഷിഫ്റ്റ് ആണ് ആദ്യത്തെ എക്സാമ്പിൾ കാണിക്കുന്നത്.
അത് രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ് കാണിക്കുന്നത്? പൈ ബോണ്ടിൽ നിന്ന് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ബോണ്ടിലേക്കല്ല, ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പൈ ബോണ്ടിന്റെ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അടുത്ത രണ്ടാമത്തെ എന്താണ്? ആറ്റത്തിൽ നിന്ന് അടുത്തുള്ള ബോണ്ടിലേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓരോ ചേഞ്ച് എന്താ ഉണ്ടായത്? ഒരു പൈ ബോണ്ടിൽ നിന്ന് അടുത്ത ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്തായി? ഡബിൾ ബോണ്ട് എന്താണ്? ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, അതിനടുത്തുള്ള ബോണ്ട് എന്താ? ഡബിൾ ബോണ്ടായി. പിന്നെ അടുത്ത് ഈ പൈ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് അടുത്തുള്ള ആറ്റത്തിലേക്ക് പോയപ്പം ആ ആറ്റത്തിൽ എന്തായാലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടി. പിന്നെ അടുത്ത ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അടുത്തുള്ള ബോണ്ടിലേക്ക് പോയപ്പോൾ ആ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 3 ചേഞ്ചസ് ഇവിടെ കാണിച്ചു. മൂവ്മെന്റ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ എ സിംഗിൾ ബാർഡ് ഫിഷ് ഹൂപ്സ്. അപ്പൊ എന്താണ്? ഒറ്റ ഇലക്ട്രോൺ നമ്മൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ആണ് കേർവ് ഡയറക്ഷൻ ഡിനോട്ട് ചെയ്തത് അല്ലേ? അത് സിംഗിൾ ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് നമ്മൾ സിംഗിൾ ബാർഡ് ഫിഷ് അല്ലെങ്കിൽ ഹാഫ് ഹാൻഡഡ് കേർവ് ആരോ എന്ന് വെച്ചാൽ ഫുൾ ആരോ ഇല്ല, ഇതേപോലെ ആരോടെ ഡബിൾ ഹെഡ് നമ്മൾ വരയ്ക്കത്തില്ല, അതിന് പകരം ആരോടെ പകുതി, ഹെഡിന്റെ പകുതി നമ്മൾ ഇവിടെ വരയ്ക്കും. കണ്ടോ? അപ്പൊ അതാണ് ഒറ്റ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ പറയുന്നത്. ഈ ഒറ്റ ഇലക്ട്രോൺ മൂവ്മെന്റ് നമ്മൾ സാധാരണ എവിടെയാണ് കാണുന്നത്? ഈ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്ന സമയത്താണ് അല്ലേ? ഇവിടെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ ഓരോ ഇലക്ട്രോൺസ് ഓരോ ആറ്റംസ് പോകുമ്പോഴാണ് നമ്മൾ ആ ഒറ്റ ഇലക്ട്രോൺ മൂവ്മെന്റ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നോക്കാം, അതിന്റെ എക്സാമ്പിൾസ് ആദ്യം നമുക്ക് എന്താണ്? പെയർ ഓഫ് ഇലക്ട്രോൺസ് പോകുന്നതിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം CH3 ആൽക്കൈൽ ഹാലൈഡ് ആണ്. ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. ഇപ്പം നമ്മുടെ കാർബണും സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് കാണും അല്ലേ? ആ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജിലേക്ക് നമ്മുടെ OH ഗ്രൂപ്പ് ന്യൂക്ലിയർ ഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ന്യൂക്ലിയർ ഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ്? BR മൈനസ് ആയിട്ട് പോകുന്നു. അതിന് പകരം അവിടെ OH കയറി. ഓക്കെ. പിന്നെ അതേപോലെ CH3Cl അവിടെ ഹോമോലിറ്റിക് ക്ലീവേജ് നടന്ന് ഒരു CH3 ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കലും അവിടെ ഉണ്ടായി. അവിടെ ഒറ്റ ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ട്, ഹാഫ് ഹെഡഡ് ആരോസ് നമ്മൾ കാണിക്കുന്നു. അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്സ് ഇൻ കോവാലന്റ് ബോണ്ട്സ്. The electron displacement in an organic molecule may take place either in the ground state under the influence of an atom or a substituent group or in the presence of an appropriate attacking reagent. ഇപ്പൊ ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയുന്ന ഓർഗാനിക് മോളിക്യൂളിൽ ഒന്നെങ്കിൽ അതിനടുത്തേക്ക് ഓർഗാനിക് മോളിക്യൂളിലേക്ക് എന്താണ് വേറൊരു ആറ്റം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്തൊരു അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് നടക്കും. The electron displacements due to the influence of an atom or a substituent group present in the molecule cause permanent polarization of the bond. ഇപ്പൊ എന്താണ്? അതിനകത്ത് ഒരു ആറ്റത്തിന് കാരണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അവിടെ ബോണ്ടിന്റെ പെർമനന്റ് പോളറൈസേഷൻ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് റെസൊണന്റ് എഫക്ട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ എഫക്ട്. ഇപ്പം ഇതിന്റെ പെർമനന്റ് പോളറൈസേഷൻ ഉണ്ടാകുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റിൽ അല്ലെങ്കിൽ എന്താണ്? റെസൊണൻസ് എഫക്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളിപ്പം പിന്നെ നോക്കും, ആ സമയത്ത് അത് പറയാം. Temporary electron displacement effects are seen in a molecule when a reagent approaches to attack. ഇപ്പൊ എന്താണ്? റിയേജന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ടെമ്പററി ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇസ് കോൾഡ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് ഓർ പോളറൈസബിലിറ്റി എഫക്ട്. ഇങ്ങനത്തെ ടെമ്പററി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നടക്കുന്ന എവിടേക്കാണ്? ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് ഈ പോളറൈസബിലിറ്റി എഫക്റ്റിലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ എവിടേക്കാണ് നമ്മളിപ്പോൾ പറയും? അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് എഫക്ട്. When a covalent bond is formed between atoms of different electronegativity, the electron density is more towards the more electronegative atom of the model. നമുക്കറിയാവുന്നതാണ്, രണ്ട് ഡിഫറെന്റ് ആറ്റംസ് തമ്മിൽ ആണ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാർബൺ ഹാലജൻ തമ്മിലുള്ള ബോണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്താണ്? ഈ ഇലക്ട്രോൺസ്, ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആറിന്റെ അടുത്തേക്കായിരിക്കും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹാലജന്റെ അടുത്തേക്കായിരിക്കും ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുക. Such a shift of electron density results in a polar covalent bond. ഇല്ല, അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ആ കോവാലന്റ് ബോണ്ട് എന്നാൽ ചെറിയ പോളാർ നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ അയോണിക് നേച്ചർ ഉണ്ട്. Bond polarity leads to various electronic effects in organic compounds. Let us consider chloroethane, in which the C-Cl bond is a polar covalent bond. It is polarized in such a way that the carbon gains some positive charge and the chlorine some negative charge. ഇപ്പോൾ തന്നേക്കുന്ന നമ്മുടെ ക്ലോറോഈഥേനിൽ എന്താണ്? നമ്മുടെ ക്ലോറിന് ചെറിയ നെഗറ്റീവ് ചാർജും ഇവിടുത്തെ കാർബണിൽ ചെറിയ പോസിറ്റീവ് ചാർജും ഉണ്ട്. The fractional electronic charges on the two atoms in a polar covalent bond are denoted by the symbol delta, and the shift of electron density is shown by an arrow that points from delta plus to delta minus. ഇപ്പൊ എന്താണ്? നമുക്ക് ക്ലോറിൻ എന്ന് പറയുന്നത് വളരെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ്. അപ്പൊ അതിന് ചെറിയ നെഗറ്റീവ് ചാർജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാർബൺ ഇവിടെ ചെറിയ പോസിറ്റീവ് ചാർജ് കാണും. കാർബൺ എന്താണ്?
അതിനേക്കാളും വളരെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് ആണ്. എല്ലാം ഈ ക്ലോറിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. ഓക്കെ. ഇൻ ടേൺ കാർബൺ 1 എന്ന് വെച്ചാൽ ക്ലോറിൻ ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 1 വിച്ച് ഹാസ് ഡെവലപ്പ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡോർസ് സം ഇലക്ട്രോൺ ഡെൻസിറ്റി ടുവേർഡ്സ് ഇൻ ദി അഡ്ജസ്റ്റന്റ് കാർബൺ ബോണ്ട്. അപ്പൊ ഇതിനൊരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടിയതുകൊണ്ട് എന്താണ് ഇത് അടുത്തുള്ള കാർബണിൽ എന്താണ് കുറച്ച് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ അത് കാരണം എന്താണ് അതിനടുത്തുള്ള കാർബണിന് ഡബിൾ ഡെൽറ്റ പ്ലസ് അതിലും ചെറിയ പോസിറ്റീവ് ചാർജ് അതിനുണ്ട്. In other words, the polar carbon-chlorine bond induces polarity in the adjacent bonds. അല്ലേ കാർബൺ ക്ലോറിൻ ബോണ്ടിലുള്ള പൊളാരിറ്റി കാരണം എന്താണ് അതിനടുത്തുള്ള ബോണ്ടിൽ ഒരു ചെറിയ പൊളാരിറ്റി ഉണ്ട്. Such polarization of sigma bond caused by the polarization of adjacent sigma bond is known as the inductive effect. അപ്പൊ ഈ ബോണ്ടിന്റെ പോളറൈസേഷൻ കാരണം അതിന്റെ അടുത്തുള്ള സിഗ്മ ബോണ്ടിന് പോളറൈസേഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. This effect is passed on to the subsequent bonds also, but the effect decreases rapidly as the number of intervening bonds increase. അപ്പൊ എന്താണ് ഈ എഫക്റ്റ് എന്താണ് അടുത്തുള്ള ബോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതും ആ എഫക്റ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ചെറിയ ഡെൽറ്റ പ്ലസും മൈനസും ഉണ്ടായി. ഇവിടെ ഈ ഒരു പുള്ള് കാരണം അതിനടുത്തുള്ള ബോണ്ടിൽ ഒരു പോളറൈസേഷൻ കാരണം ഇവിടെ ഒരു ഡബിൾ ഡെൽറ്റ പ്ലസ് ഉണ്ടായി. ഇപ്പുറത്ത് വേറൊരു ഇത് CH2 ഇത് CH3 ആയിരുന്നെങ്കിൽ എന്തായാലും അതിനടുത്ത കാർബണിൽ ഡെൽറ്റ പ്ലസ് അത്രയും ചെറിയ പോസിറ്റീവ് ചാർജ് ഉണ്ടായിന്. അപ്പം നമ്പർ ഓഫ് ബോൺസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇന്റൻസിറ്റി എഫക്റ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് ബിക്കംസ് വാനിഷിംഗ്ലി സ്മോൾ ആഫ്റ്റർ 3 ബോൺസ്. ഇപ്പൊ 3 ബോൺസ് കഴിഞ്ഞാൽ എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓൾമോസ്റ്റ് നില്ലാവും. The inductive effect is related to the ability of substituents to either withdraw or donate electron density attached carbon atom. ഇപ്പൊ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ വലിക്കാനോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവിനെ അനുസരിച്ചിരിക്കും എന്താണ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദിസ് എബിലിറ്റി ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ക്ലാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ എന്താണ് ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റുമോ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള എബിലിറ്റി അനുസരിച്ച് എന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസിനെ ഇലക്ട്രോൺ വിഡ്രോയിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നേക്കുന്നത് ഏതൊക്കെയാണ് നോക്കുക. ഹാലജൻസ്, ഓക്കെ, പിന്നെ NO3 ഗ്രൂപ്പ്, സയാനോ ഗ്രൂപ്പ്, കാർബോക്സി ഗ്രൂപ്പ്, എസ്റ്റർ ഗ്രൂപ്പ്, അറൈലോക്സി ഗ്രൂപ്പ്. ഇതെല്ലാം എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ഓക്കെ. പിന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? CH3 മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്. ഇതെല്ലാം എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. ഇപ്പൊ ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്തായിരിക്കും അതിനൊരു മൈനസ് ആയ എഫക്ട് ഇല്ലേ ഇലക്ട്രോൺസ് വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പൊ അതിന് മൈനസ് ആയ എഫക്റ്റും ഇലക്ട്രോൺസ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾക്ക് എന്താണ് പ്ലസ് ആയി എഫക്ട് എന്ന് പറയാം. I എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ സൂചിപ്പിക്കും. ഓക്കെ. അപ്പം ഇൻഡക്റ്റീവ് എഫക്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞു പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളുള്ള എഫക്റ്റുകളാണ് ഇതൊക്കെ ഈ ഇൻഡക്റ്റീവ് എഫക്റ്റും റെസൊണൻസ് എഫക്റ്റും. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്ത നമുക്ക് പറയാനുള്ളത് റെസൊണൻസ് ആണ്. എന്താണ് ആദ്യം നോക്കാം റെസൊണൻസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. There are many organic molecules whose behavior cannot be explained by a single Lewis structure. ഒരൊറ്റ ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് അതിന്റെ എന്താണ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മോളിക്യൂൾസ് ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ. ഇറ്റ്സ് സൈക്ലിക് സ്ട്രക്ചർ കണ്ടെയ്നിങ് ഓൾട്ടർനേറ്റിംഗ് കാർബൺ സിംഗിൾ ആൻഡ് കാർബൺ ഡബിൾ ബോണ്ട് ഷോൺ ഇസ് ഇൻഅഡ്വക്കേറ്റ് ഫോർ എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. നമ്മൾ ബെൻസീൻ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? 3 ഡബിൾ ബോണ്ട് 3 സിംഗിൾ ബോണ്ട് ആണ് അല്ലേ? ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വരയ്ക്കുന്നത്. As per the above representation, benzene should exhibit 2 different bond lengths due to carbon single and carbon double bonds. അല്ലേ? അപ്പൊ ഇത് വെച്ച് നമ്മൾ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ബെൻസീൻ മോളിക്യൂൾസ് നമുക്ക് 2 തരം കാർബൺ ബോണ്ട് ലെങ്ത് കിട്ടണം. കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് കിട്ടണം, കാർബൺ ഡബിൾ ബോണ്ട് കിട്ടണം അല്ലേ? പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ച എന്താണ് ഈ ബെൻസീൻ മോളിക്യൂളിലെ എല്ലാ കാർബൺ ബോണ്ട് ലെങ്ത് എന്താണ് സെയിം ആണ്. മാത്രമല്ല ആ ബോണ്ട് ലെങ്ത് സിംഗിൾ ബോണ്ടിന്റെയും ഡബിൾ ബോണ്ടിന്റെയും ഇടയിൽ വരുന്ന ലെങ്ത് ആണ് ഇല്ലേ? കാരണം സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്ററും കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 134 പൈക്കോമീറ്ററും ആണ്. പക്ഷെ നമ്മൾ ബെൻസീൻ മോളിക്യൂളിലെ ബോണ്ട് ലെങ്ത് നോക്കിയപ്പോൾ അത് 139 പൈക്കോമീറ്റർ ആണ് വന്നത്. അത് രണ്ടിന്റെ ഇടയിലുള്ള ബോണ്ട് ലെങ്ത് ആണ് വന്നത്. Thus the structure of benzene cannot be represented adequately by the above structure. Further, benzene can be represented equally well by the energetically identical structures. ബെൻസീൻ നമുക്ക് 2 രീതിയിൽ വരയ്ക്കാം ഈക്വൽ എനർജി ഉള്ള. ഇതാണ് ഒന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചർ കണ്ടോ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആൾട്ടർനേറ്റ് ആയിട്ട് വന്നു.
അത് നേരെ തിരിച്ചും വരയ്ക്കാം. സിംഗിൾ ബോണ്ട് ഉള്ള സ്ഥലത്ത് ഡബിൾ ബോണ്ടും, ഡബിൾ ബോണ്ടുള്ള സ്ഥലത്ത് സിംഗിൾ ബോണ്ടിനുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഈ രണ്ട് സ്ട്രക്ചർ നമുക്ക് ബെൻസീനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറയും എന്താണ് ബെൻസീന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ രണ്ടിന്റെ സ്ട്രക്ചറിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ. അതിനെ നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നു. ആ സ്ട്രക്ചറാണ് ഇതിന്റെ രണ്ടിനെയും കൂടെ ബെൻസീന്റെ യഥാർത്ഥ സ്ട്രക്ചർ നമ്മൾ വിളിക്കും. ഓക്കെ. The resonance structures are hypothetical and individually do not represent any real molecule. എന്താണ് നമ്മൾ ഓരോ സ്ട്രക്ചർ എന്താണ് ഓരോ സ്ട്രക്ചറും നമ്മൾ യഥാർത്ഥ മോളിക്യൂൾ ഡെപിക്ട് ചെയ്യുന്ന വരച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. Another example of resonance is provided by nitromethane. റെസൊണൻസിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്? നൈട്രോമീഥേൻ. It can be represented by the two structures 1 and 2. നോക്കാം. അപ്പം കേസിന്റെ NO2 എന്താണ് N ഡബിൾ ബോണ്ടോയും N സിംഗിൾ ബോണ്ടോയും ഉണ്ട് അല്ലേ? അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാൻ ഇങ്ങനത്തെ രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ ഹൈബ്രിഡ് ആയിരിക്കും യഥാർത്ഥ CH3NO2 സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. However, it is known that the two NO bonds of nitromethane are of the same length. ഇവിടെ അത് തന്നെ നൈട്രജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് വേറെ വേറെ വരേണ്ടതാണ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റലി നോക്കുമ്പോൾ രണ്ട് ബോണ്ട് ലെങ്ത് സെയിം ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു റെസൊണൻസ് ഹൈബ്രിഡ് ഇങ്ങനെ വരിക CH3NO രണ്ടിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് ഇതായിരിക്കും യഥാർത്ഥ CH3NO സ്ട്രക്ചർ വരിക. The energy of actual structure of the molecule is lower than that of any of the canonical structures. ഇപ്പൊ നമ്മൾ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നു. ഒരു മോളിക്യൂളിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉള്ള മോളിക്യൂൾസിന്റെ ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ കാനോണിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ആ സ്ട്രക്ചറിനേക്കാളും അതിന്റെ ഏതൊരു സ്ട്രക്ചറിനേക്കാളും എനർജി കുറവായിരിക്കും നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെസൊണൻസ് ഹൈബ്രിഡിന്റെ എനർജി എന്ന് പറയുന്നത്. The difference in energy between the actual structure and the lowest energy resonance structure is called the resonance stabilization energy or simply the resonance energy. ഇപ്പൊ എന്താണ് നമ്മുടെ ഒരു കാനോണിക്കൽ സ്ട്രക്ചറിന്റെ എനർജിയും റെസൊണൻസ് ഹൈബ്രിഡിന്റെ സ്ട്രക്ചറിന്റെ എന്താ പറയുക റെസൊണൻസ് ഹൈബ്രിഡിന്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ് എനർജി എന്ന് വിളിക്കുന്നത്. The more the number of important contributing structures, the more is the resonance energy. അപ്പം എത്രത്തോളം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതലായിരിക്കും റെസൊണൻസ് എനർജി എന്നുള്ളത്. റെസൊണൻസ് is particularly important when the contributing structures are equivalent in energy. നമ്മൾ വരയ്ക്കുന്ന കാനോണിക്കൽ സ്ട്രക്ചേഴ്സിന് ഈക്വൽ എനർജി ആണെങ്കിൽ റെസൊണൻസും അതിനനുസരിച്ച് അത്രയും സിഗ്നിഫിക്കന്റ് ആവും. The following rules are applied when writing resonance structures. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ ഉള്ള നമ്മൾ പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, the resonance structures have the same positions of nuclei. എന്താണ് ന്യൂക്ലിയസിന് എന്താണ് ഏത് സ്ട്രക്ചർ വെച്ചാലും അവിടുത്തെ ന്യൂക്ലിയസിന്റെ എന്താണ് പൊസിഷൻസ് സെയിം ആയിരിക്കും. ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും ഓരോ എല്ലാ സ്ട്രക്ചറിലും സെയിം ആയിരിക്കും. Among the resonance structures, the one which has more number of covalent bonds, less separation of opposite charges, and more dispersal of energy and dispersal of charge is more stable than the others. ഇപ്പൊ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ ഏതിനായിരിക്കും നമുക്ക് ഒരു മോളിക്യൂളിന് ഒന്നിൽ കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാം അല്ലേ? അപ്പൊ അങ്ങനെ വരയ്ക്കാൻ പറ്റുമ്പോൾ ഏത് മോളിക്യൂളിനാണോ ഏറ്റവും കൂടുതൽ കോവാലന്റ് ബോണ്ട്സ് ഉള്ളത്, മാത്രമല്ല ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേഷൻ കുറവുള്ളത്, ചാർജ് ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ ഡിസ്പേഴ്സ് ആയിട്ടുള്ളത്, അതായിരിക്കും എന്ത് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനെക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ചാർജ് ഡിസെപ്പറേഷൻ കുറയ്ക്കണം, എന്താണ് അയോണിക് ബോണ്ട് കോവാലന്റ് ബോണ്ട് എക്സ്റ്റെൻഡ് കൂട്ടണം, പിന്നെ ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാവണം. അങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരിക്കും എന്താണ് റെസൊണൻസ് സ്ട്രക്ചറിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത്. നമ്മൾ പറയുന്നത് റെസൊണൻസ് എഫക്ട്. The resonance effect is defined as the polarity produced in the molecule by the interaction of two pi bonds or between a pi bond and the lone pair of electrons present on an adjacent atom. ഇപ്പൊ എന്താണ് രണ്ട് പൈ ബോണ്ട് കാരണം അല്ലെങ്കിൽ പൈ ബോണ്ടും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അടുത്തുള്ള ആറ്റത്തിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം മോളിക്യൂൾ ഉണ്ടാകുന്ന പൊളാരിറ്റിനെ അതിനാണ് നമ്മൾ റെസൊണൻസ് എഫക്ട് എന്ന് വിളിക്കുന്നത്. The effect is transmitted through the chain. There are two types of resonance or mesomeric effect, designated as R or M effect. നമുക്ക് രണ്ട് തരം റെസൊണൻസ് എഫക്ട് ഉണ്ട്, പ്ലസ് ആർ എഫക്റ്റും മൈനസ് ആർ എഫക്ട്. അപ്പൊ ആദ്യം പ്ലസ് ആർ എഫക്ട് നോക്കാം.
In this effect, the transfer of electrons is away from an atom or substituent group attached to the conjugating system. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പ്സിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോൺസ് പോവുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നമുക്ക് ചിന്തിക്കാം അല്ലെ. ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പ് ബാക്കിയുള്ള ചെയിനിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നു. അങ്ങനെയുള്ള റെസൊണൻസ് എഫക്റ്റ് നമ്മൾ പ്ലസ് ആർ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കുക, അനിലീൻ നമ്മൾ നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബോണ്ടിലേക്ക് കൊടുക്കുന്നു. അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായി. അപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ടായപ്പോൾ എന്തായി, അവിടെ ഉണ്ടായിരുന്ന ബെൻസീൻ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആവുന്നു, അത് ലോൺ പെയർ ആവുന്നു. ആ ലോൺ പെയർ വീണ്ടും ഷിഫ്റ്റ് ആയി ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ അടുത്തുള്ള ഡബിൾ ബോണ്ട് വീണ്ടും ഷിഫ്റ്റ് ലോൺ പെയർ ആവുന്നു. വീണ്ടും ആ ലോൺ പെയർ ഷിഫ്റ്റ് നടക്കുന്നു, അത് ഡബിൾ ബോണ്ട് ആവുന്നു. ആ ഡബിൾ ബോണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ലോൺ പെയർ ആവുന്നു. അപ്പൊ അത് തിരിച്ച് വീണ്ടും ഉണ്ടാവും. എങ്ങനെ അല്ലേ, ഈ ഇതിവിടെ കയറുന്നു, ലോൺ പെയർ ഇവിടെ കയറുന്നു. അപ്പൊ ഈ ബോണ്ട് ഷിഫ്റ്റ് ആയി തിരിച്ച് നൈട്രജനിലേക്ക് ഇലക്ട്രോൺ പോകുന്നു. അപ്പൊ ഇതെന്ത് സംഭവിക്കും, ഈ ലോൺ പെയർ ഇവിടെ കയറുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നു, ഇവിടെ സിംഗിൾ ബോണ്ടായി നൈട്രജന് വീണ്ടും ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും അല്ലെ. അപ്പൊ തുടങ്ങിയത് തന്നെ വീണ്ടും തിരിച്ചെത്തി. ഇങ്ങനെ റെസൊണൻസ് നടക്കാം. ഇതാണ് പ്ലസ് ആർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ away from the substituent group, അതാണ് പ്ലസ് ആർ എഫക്റ്റ്. This electron displacement makes certain positions in the molecule of high electron densities അല്ലേ. അപ്പം ഈ ഇലക്ട്രോൺ ഷിഫ്റ്റ് കാരണം ചില പൊസിഷൻ അല്ലേ, നമ്മുടെ ബെൻസീൻ ചില പൊസിഷൻ ഇലക്ട്രോൺ റിച്ച് ആയി. അപ്പൊ നോക്കുക, എവിടേക്ക് ഇലക്ട്രോൺ റിച്ച് ആയത്, ഒന്ന് നമ്മുടെ ഓർത്തോ പൊസിഷനിൽ അല്ലേ, ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ റിച്ച് ആയി. പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ റിച്ച് ആയി, വീണ്ടും ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ റിച്ച് ആയി. അപ്പം ഓർത്തോ പാരാ പൊസിഷനിൽ പ്ലസ് ആർ എഫക്റ്റ് കാരണം ഇവിടെ ഇലക്ട്രോൺ റിച്ച് ആയി. അടുത്ത മൈനസ് ആർ എഫക്റ്റ്. This effect is observed when the transfer of electrons is towards the atom or substituent group attached to the conjugate ലേക്ക്. പനതവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അറ്റാച്ച് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ NO2 ഗ്രൂപ്പ്. നമുക്കറിയാം NO2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നു ഇല്ലേ. അത് നോക്കുക, ആദ്യം റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്നു. ഓക്കെ, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ആ പോസിറ്റീവ് ചാർജിന് കോൺസെൻട്രേറ്റിന് അടുത്തുള്ള ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു. അതേപോലെ റെസൊണൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. The atoms or substituent groups which represent plus R or minus R electron displacement effect are as follows. അപ്പൊ പ്ലസ് ആർ എഫക്റ്റ് വരുന്ന ആരാണ്? പ്ലസ് ആർ എഫക്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇല്ലേ. ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്താ, കയ്യിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഹാലജൻസ് നമുക്കറിയാം 7 ഇലക്ട്രോൺസ് ഉണ്ട് അതിന് ചുറ്റും. ഹാലജൻസ് OH ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, OCOR ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, NHR ഗ്രൂപ്പ്, NR2, NH3OR. ഇതിനെല്ലാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇവർക്കെല്ലാം പ്ലസ് ആർ എഫക്റ്റ് കാണിക്കാൻ പറ്റും. അപ്പൊ മൈനസ് ആർ എഫക്റ്റ് കാണിക്കാൻ പറ്റുന്ന ആരാണ്? അതിന്റെ എക്സാമ്പിൾ ആണ് COH ഗ്രൂപ്പ്, CHO, CO, CN, NO2. ഇവരെല്ലാം മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്നത്. Presence of alternate single and double bonds in an open chain or cyclic system is termed as conjugated system. അതായത് ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ഒരു ചെയിൻ ഉണ്ട്, ഒരു ആൽക്കെയിൻ ഉണ്ട്. ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ സൈക്കിൾ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഓക്കെ, ആ സിസ്റ്റത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് വന്നാൽ അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദീസ് സിസ്റ്റംസ് ഓപ്പൺ ഷോ അബ്നോർമൽ ബിഹേവിയർ. The examples are 1,3-butadiene, aniline, and nitrobenzene. In such system, the pi electrons are delocalized and the system develops polarity. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ പൈ ഇലക്ട്രോൺസ് എന്താണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം അവിടെ പൊളാരിറ്റി ഉണ്ടാവും. അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. നമ്മൾ ടെമ്പററി എഫക്റ്റിലേക്ക് കയറി. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. ടെമ്പററി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എക്സാമ്പിൾ ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. It is a temporary effect. The organic compounds having a multiple bond and double or triple bond show this effect in the presence of an attacking reagent. ഒരു അറ്റാക്കിംഗ് റിയേജന്റ് പ്രസൻസിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. എന്താണ് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടാവും. It is defined as the complete transfer of a shared pair of pi electrons to one of the atoms joined by a multiple bond or the demand of an attacking reagent. അല്ലേ, ഇപ്പൊ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരുന്ന സമയത്ത് നമ്മുടെ പൈ ഇലക്ട്രോൺസ് എന്താണ് ഏതെങ്കിലും ഒരു ആറ്റത്തിന് കൊടുക്കുന്നു. മൾട്ടിപ്പിൾ ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് പറയുന്നത്. ദി ഇഫക്റ്റ് ഈസ് annulled as soon as the attacking reagent is removed from the domain of the reagent. അപ്പം നമ്മുടെ അറ്റാക്കിംഗ് റിയേജന്റ് പോകുന്നതോടുകൂടി എന്താണ് ഈ ഇലക്ട്രോൺസ് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോകും.
It is represented by E and the shifting of electron is showed by a curved arrow. അപ്പം അൾട്രാമാരിക് എഫക്ട് നമ്മൾ E വെച്ച് കാണിക്കുന്നു, ഇലക്ട്രോണിന്റെ ഷിഫ്റ്റ് നമ്മൾ ആരോ വെച്ച് കാണിക്കുന്നു. There are two distinct type of electromagnetic effect. ഇപ്പൊ രണ്ട് തരം ഇലക്ട്രോമാരിക് എഫക്ട് ഉണ്ട്. ഒന്ന് പ്ലസ് ഇ എഫക്റ്റും പിന്നെ മൈനസ് ഇ എഫക്ട്. അപ്പോൾ പ്ലസ് ഇ എഫക്ട് എന്താണെന്ന് നോക്കാം. In this effect, the pi electrons of the multiple bond are transferred to that atom to which the reagent gets attached. നമ്മുടെ അറ്റാക്ക് റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആറ്റത്തിലേക്ക് നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പൊ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, അതിലേക്ക് നമ്മുടെ ഒരു അറ്റാക്ക് റിയേജന്റ് എച്ച് പ്ലസ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്കറിയാം എച്ച് പ്ലസ് ഒന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റിയേജന്റ് അറ്റാക്ക് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വേണം. അപ്പൊ അതിന് വേണ്ടി പൈ ഇലക്ട്രോൺസ് എന്താകുന്നു, പൈ ഇലക്ട്രോൺസ് ഒരു കാർബൺ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ കാർബണിൽ സൈഡ് പോസിറ്റീവ്, ഈ കാർബണ് സൈഡ് എന്താണ് പോസിറ്റീവ് കാർബൺ നെഗറ്റീവ് ചാർജ് കിട്ടി, ഈ കാർബൺ പോസിറ്റീവ് ചാർജ് കിട്ടി അല്ലേ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിലേക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ള റിയേജന്റ് ഒന്ന് അറ്റാച്ച് ചെയ്തു. അപ്പൊ മറ്റേ കാർബൺ അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇത് നമ്മൾ പ്ലസ് സി എഫ് എന്ന് പറയുന്നത്. അടുത്ത മൈനസ് എഫ്. In this effect, the pi electrons of the multiple bond are transferred to that atom to which the attackant reagent does not get attached. അപ്പോൾ അറ്റാക്കൻ റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യാത്ത ആറ്റത്തിലേക്ക് നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ മൈനസ് എഫ് എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മുടെ അറ്റാക്കൻ റിയേജന്റ് അറ്റാക്ക് ചെയ്ത ആറ്റത്തിലേക്കാണ് നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആയത്. അപ്പൊ നേരെ തിരിച്ചാണ് ഷിഫ്റ്റ് ആവുന്നതെങ്കിൽ അറ്റാക്കൻ റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യാത്ത ആറ്റത്തിലേക്കാണ് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മൈനസ് എഫ് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന റിയേജന്റ് എന്താണ്, സി എൻ മൈനസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ ബോണ്ട് പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു കാർബൺ നെഗറ്റീവ് ഒരു കാർബൺ പോസിറ്റീവും കിട്ടിയല്ലേ. അപ്പൊ പോസിറ്റീവ് കിട്ടിയ കാർബണിലേക്ക് വന്ന് സി എൻ അറ്റാച്ച് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള എഫക്ട് ഇതിനെയാണ് നമ്മൾ മൈനസ് സി എഫക്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ പറയുന്നു ഇൻഡക്റ്റീവ് ആൻഡ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് ഓപ്പറേറ്റിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് ആണ് പ്രിഡോമിനേറ്റ്. എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോമാഗ്നെറ്റിക് എഫക്ട് എന്നാണ് ഇവിടെ ഇൻഡയറക്ട്ലി പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ is a generalized stabilizing interaction. It involves relocalization of sigma electrons of CH bond of an alkyl group directly attached to an atom of unsaturated system or to an atom with an unshared p orbital. The sigma electrons of CH bond of the alkyl group enter into partial conjugation with the attached unsaturated system or with the unshared p orbital. ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അല്ലേ, അങ്ങനെ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു അൺസാച്ചുറേറ്റഡ് ആറ്റത്തിലേക്ക് ആയിരിക്കും അല്ലെ. ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സിംഗിൾ ബോണ്ട് കാർബൺ അല്ലെ, അല്ലെങ്കിൽ അൺഷെയർഡ് പി ഓർബിറ്റിലോട്ട് അൺഷെയർഡ് പി ഓർബിറ്റ് ഉള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിംഗിൾ ബോണ്ട് കാർബൺ. The sigma electrons of the carbon hydrogen bond of the alkyl group enter into the partial conjugation with the attached atom. അപ്പം ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് സിഗ്മ ഇലക്ട്രോൺസ് ആണ് പാർഷ്യൽ കോൺജുഗേഷൻ കയറുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത് കാർബോ കാറ്റോൺ ആണ്, ഈഥൈൽ കാറ്റോൺ ആണ് എടുത്തേക്കുന്നത്. ഇൻ വിച്ച് ദി പോസിറ്റീവ്ലി ചാർജ് കാർബൺ ആറ്റം ഹാസ് ആൻ എംപ്റ്റി പി ഓർബിറ്റ്. ഇല്ല, നമ്മുടെ കാർബോ കാറ്റോൺ ഒരു എംപ്റ്റി പി ഓർബിറ്റിൽ ഉണ്ട്. കാരണം എന്താണ്, sp2 ഹൈബ്രിഡൈസ് ഒരു പി ഓർബിറ്റിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരു പി ഓർബിറ്റിലൂടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആ എം ടി പി ഓർബിറ്റിലേക്ക് one of the CH bonds of the methyl group can align in the plane of this p orbital. One of the CH bond of the methyl group can align in the plane of this empty p orbital, and the electrons constituting the CH bond in plane with this p orbital can be delocalized into this with this p orbital. ഇവിടെ നോക്കാം, ഇവിടെ കാർബോ കാറ്റോൺ ഇവിടെ ഉണ്ട്, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എം ടി പി ഓർബിറ്റിലാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ആ എം ടി പി ഓർബിറ്റിലേക്ക് അതിന്റെ അടുത്ത് നിൽക്കുന്ന കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ, ആ സിഗ്മ ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, ഈ എം ടി പി ഓർബിറ്റിലേക്ക് പോകുന്നു. This type of overlap stabilizes the carbocation because electron density from the adjacent sigma bond helps in dispersing the positive charge അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ അത് നല്ല കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാർബൺ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനടുത്തേക്ക് ബോണ്ട് ചെയ്ത് നിൽക്കുന്ന കാർബണിന് 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ആ സിഗ്മ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു അല്ലേ. ആ സിഗ്മ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതിലൂടെ ഈ പോസിറ്റീവ് ചാർജ് എന്താവുന്നു, സ്റ്റേബിൾ ആവും. അപ്പം ആ സിഗ്മ ബോണ്ട് ഷിഫ്റ്റ് കാരണം നമ്മുടെ പോസിറ്റീവ് ചാർജിന് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനർത്ഥം എന്താണ്, അപ്പൊ നമുക്ക് ഈ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജ് നമ്മൾ സ്റ്റേബിൾ ആക്കാൻ പറ്റിയത് അല്ലേ. അപ്പൊ എത്ര കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അതിനടുത്തുണ്ടോ അത്രയും സ്റ്റേബിൾ ആയിരിക്കും ഇതുണ്ട്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ വഴി പോസിറ്റീവ് ചാർജിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും.
അതാണ് പറയുന്നത് ഇൻ ജനറൽ ഗ്രേറ്റർ ദി നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു പോസിറ്റീവ്ലി ചാർജ് കാർബൺ ആറ്റം ദി ഗ്രേറ്റർ ഇസ് ദി ഹൈപ്പർ കോൺജുഗേഷൻ. ഇപ്പോൾ എത്ര ഗ്രൂപ്പുകൾ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അത്രയും സ്റ്റേബിൾ ആയിരിക്കും ആ കാർബോകാറ്റൈൻ. സ്റ്റെബിലിറ്റി പറയുമ്പോൾ നമുക്ക് ഈ കാർബോകാറ്റൈനിലേക്ക് 3 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 9 CH ബോൺഡ്സ് ഇവിടെ ഉണ്ട് അല്ലേ. 9 CH ബോൺഡ്സ് ഉണ്ട്, അതിനായിരിക്കും ഏറ്റവും സ്റ്റേബിൾ. പിന്നെ നമുക്ക് ഈ കാർബോകാറ്റൈനിലേക്ക് 2 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 6 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ 9 ഏറ്റവും കൂടുതൽ ഉള്ളതിനായിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത്. ഇപ്പോൾ വരാം. അപ്പോൾ കോൺജുഗേഷൻ, ഹൈപ്പർ കോൺജുഗേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ഓൾസോ പോസിബിൾ ഇൻ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൽ അറീൻസ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. നോക്കാം, നമ്മളെ പ്രൊപ്പീൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ വരച്ച് കാണിക്കും. നോക്കാം, അപ്പോൾ നമ്മുടെ പ്രൊപ്പീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് നിൽക്കുന്ന കാർബൺ. ഓക്കെ, അതിനടുത്ത് CH ബോൺസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താ, ഒരു CH ബോണ്ടിലെ സിഗ്മ ഇലക്ട്രോൺസ്, സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, അത് ഷിഫ്റ്റ് ആയപ്പോൾ എന്ത് പറ്റി, ഈ കാർബണിന് ഇലക്ട്രോൺ കൂടി, ആ ഇലക്ട്രോൺ ഇപ്പം എന്ത് പറ്റുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു അല്ലേ. ഇപ്പം അടുത്ത ഡയഗ്രത്തിൽ താഴെ ഉള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇതായാലും മതി, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഈ കാർബണിന് നെഗറ്റീവ് ചാർജ് കിട്ടി, ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും കിട്ടി അല്ലേ. പിന്നെ അല്ല, അതിന് പകരം ഈ ഓരോ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്താണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് 3 സ്ട്രക്ചേഴ്സ് അതേപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ താഴെ വരച്ചേക്കുന്നത്. ഒരു കാർബൺ, ഒരു ഹൈഡ്രജൻ്റെ ഇത്, രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ ഇത്, മൂന്നാമത്തെ ഹൈഡ്രജൻ്റെ ഇത്. അങ്ങനെ സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചേഴ്സ് നമുക്ക് എത്രത്തോളം കൂടുതൽ വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ അവിടെ നടക്കാൻ പറ്റും. ഈ ഹൈപ്പർ കോൺജുഗേഷൻ മീ ഓൾസോ ബി റിഗാർഡ് ആസ് നോ ബോണ്ട് റെസൊണൻസ് ഇല്ലേ. നോ ബോണ്ട് റെസൊണൻസ് വിളിക്കും. കാരണം ഈ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുക, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ ആ ബോണ്ട് ഇലക്ട്രോൺസ് ആയിരുന്നു ഇങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആൻഡ് മെക്കാനിക്സ്. ഓർഗാനിക് റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദി ഫോളോയിങ് കാറ്റഗറീസ്. ഇപ്പോൾ എന്തൊക്കെ റിയാക്ഷൻസ് ഉള്ളത്? 1 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, 2 അഡീഷൻ റിയാക്ഷൻസ്, 3 എലിമിനേഷൻ റിയാക്ഷൻസ് ആൻഡ് 4 റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. ഈ റിയാക്ഷൻസ് ആണ് 4 ടൈപ്പ് ഓർഗാനിക് റിയാക്ഷൻസ് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ തുടങ്ങാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ആണ് ഇനി പറയാനുള്ളത്. An organic compound is extracted from a natural source or synthesized in the laboratory, it is essential to purify it. These methods used for the purification of organic compounds are based on the nature of the compound and the impurity present in it. The common techniques used for purification are as follows. ഇപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ നാച്ചുറൽ സോഴ്സ് വഴി അല്ലെങ്കിൽ നമ്മൾ ലാബിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിന് പ്യൂരിഫൈ ചെയ്യാം. അപ്പോൾ അതിന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പല മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡാണ് സബ്ലിമേഷൻ, 2 ക്രിസ്റ്റലൈസേഷൻ, 3 ഡിസ്റ്റിലേഷൻ, 4 ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, 5 ക്രോമാറ്റോഗ്രഫി. ഓക്കെ, ഫൈനലി ദി പ്യൂരിറ്റി ഓഫ് എ കോമ്പൗണ്ട് ഇസ് അസർട്ടൺ ബൈ ഡിറ്റർമിനിങ് ഇറ്റ്സ് മെൽറ്റിംഗ് ഓർ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് വഴി നമ്മൾ നോക്കുക, പ്യൂരിഫൈ ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടി. ആ ഓർഗാനിക് കോമ്പൗണ്ട് എത്ര പ്യൂരിറ്റി ഉണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ പ്യൂർ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിട്ട് നമുക്ക് ഇപ്പം കിട്ടിയ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ അതിനടുത്ത വാല്യൂ കിട്ടിയാൽ അത്രയും പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, most of the pure compounds have sharp melting points and boiling points. New methods of checking the purity of organic compounds are based on different types of chromatographic and spectroscopic methods. എന്താണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്സ് വഴിയും സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് വഴിയാണ് ഇപ്പം നമ്മൾ പ്യൂരിറ്റി നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സബ്ലിമേഷൻ നോക്കാം. We have learned earlier that on heating, some solid substances change from solid to vapor state without passing through liquid state. The purification technique based on the above principle is known as sublimation and is used to separate sublimable compounds from non-sublimable impurities. അപ്പോൾ നമുക്കറിയാം സബ്ലിമേഷൻ എന്താണ്? സോളിഡ് ഫേസിൽ നിന്ന് ഡയറക്റ്റ്ലി ഗേഷ്യസ് ഫേസിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ പോകാൻ പറ്റുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിന്റെ നോൺ സബ്ലിമബിൾ ഇമ്പ്യൂരിറ്റീസിന്റെ മിക്സറിൽ നിൽക്കുന്നില്ലേ. നമുക്ക് ആലോചിക്കാം, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സബ്ലിമബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. അപ്പം അത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നിൽക്കുക അല്ലേ. അപ്പം ആ മൊത്തത്തിലുള്ള മിക്സ്ചറിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്ലിമബിൾ ആയിട്ടുള്ള സോളിഡ് അതിൽ നിന്ന് ഗ്യാസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം അത്രയും സിമ്പിളാണ്. അടുത്ത രണ്ടാമത്തത് ക്രിസ്റ്റലൈസേഷൻ.
This is one of the most commonly used techniques for the purification of solid organic compounds. It is based on the difference in the solubilities of the compound and the impurities in a suitable solvent. ഇപ്പൊ എന്താണ് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന മിക്സറിന് അതിനകത്ത് നമുക്കറിയാം നമ്മുടെ വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും സോലിബിലിറ്റി ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. The impure compound is dissolved in a solvent in which it is sparingly soluble at room temperature but appreciably soluble at higher temperature. ഇപ്പൊ നമ്മുടെ ഇമ്പ്യൂർ കോമ്പൗണ്ട് അതെന്താണ് ലോ ടെമ്പറേച്ചറിൽ അത്ര സോലബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള സോൾവെന്റ് എടുക്കും. ഹൈ ടെമ്പറേച്ചറിൽ പക്ഷേ നല്ല സോൾവെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സോൾവെന്റിൽ നമ്മൾ ഇമ്പ്യൂർ കോമ്പൗണ്ട് നമ്മൾ മിക്സ് ചെയ്യും. ദ സൊല്യൂഷൻ ഇസ് കോൺസെൻട്രേറ്റഡ് ടു ഗെറ്റ് എ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരുപാട് നമ്മൾ ഇമ്പ്യൂർ കോമ്പൗണ്ട് നമ്മൾ മിക്സ് ചെയ്യും. ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ ഹയർ ടെമ്പറേച്ചറിലാണ് ഈ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഹയർ ടെമ്പറേച്ചറിലായതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുള്ള് സോലിബിൾ ആവും. ഓക്കെ, ഡിസോൾവ് ചെയ്യുന്നത്. On cooling the solution, pure compound crystallizes out and is removed by filtration. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇമ്പ്യൂർ കോമ്പൗണ്ട് മൊത്തം ആ സോൾവെന്റ് നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ഈ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യും. കൂൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പ്യൂർ കോമ്പൗണ്ട് അതിൽ നിന്ന് ക്രിസ്റ്റൽ ആയിട്ട് പുറത്ത്. അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈസേഷൻ. ഫിൽട്രേറ്റ്. ഇപ്പൊ ക്രിസ്റ്റൽ വന്നിട്ട് നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് ഈ സൊല്യൂഷൻ നമുക്ക് ഫിൽട്ടർ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കാം, ആദ്യം നമ്മുടെ സോൾവെന്റ് ഉണ്ട്, ഈ ബീക്കറിൽ നമ്മുടെ സോൾവെന്റ് ഉണ്ട്. ഈ സോൾവെന്റിലേക്ക് നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഹീറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. താഴെ നമ്മൾ ഫ്ലെയിം കൊടുക്കുന്നുണ്ട്. ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് മൊത്തം ഡിസോൾവ് ആകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഇല്ലേ, കൂൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, കൂൾ ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്, അതിൽ നിന്ന് കുറെ പ്യുവർ കോമ്പൗണ്ട് ഇവിടെ നിന്ന് ക്രിസ്റ്റലായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അല്ലേ, ഈ ക്രിസ്റ്റലായിട്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫിൽട്ടർ ചെയ്യും. ഇല്ലേ, ഒരു ഫണലിൽ കൂടെ ഫിൽട്ടർ പേപ്പർ വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിൽട്രേറ്റ് എന്തായിരിക്കും, ഫിൽട്രേറ്റ് നമ്മുടെ പ്യുവർ കോമ്പൗണ്ട് ആയിരിക്കും. പിന്നെ ഇമ്പ്യൂർ കോമ്പൗണ്ടും സോൾവെന്റും കൂടെ ഡിസോൾവ് ആയിരിക്കുന്ന ഇമ്പ്യൂർ കോമ്പൗണ്ടും സോൾവെന്റും കൂടെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറയാം. ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ദി കോമ്പൗണ്ട്. If the compound is highly soluble in one solvent and very little soluble in another solvent, crystallization can be satisfactorily carried out in the mixture of these solvents. Impurities which impart color to the solution are removed by absorbing over activated charcoal. എന്താണ് കളേർഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്താണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ക്രിസ്റ്റലൈസേഷൻ ബിക്കം നെസസറി ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഇമ്പ്യൂരിറ്റീസ് ഓഫ് കമ്പയറബിൾ സോളിബിലിറ്റി. ഓൾമോസ്റ്റ് കമ്പയറബിൾ സോളിബിലിറ്റി ഉള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് വേണ്ട കോമ്പൗണ്ടുമായിട്ട് ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ടുള്ള സോളിബിലിറ്റി ഉള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്രിസ്റ്റലൈസേഷൻ നടത്തേണ്ടി വരും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. This important method is used to separate volatile liquids from non-volatile impurities. അപ്പം ഒന്നാമത് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് എന്ന് വെച്ചാൽ ഗ്യാസ് ആയിട്ട് വരാൻ പറ്റുന്ന ലിക്വിഡ്സ്, അതിനാണ് നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അതിന് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. രണ്ട്, ദ ലിക്വിഡ്സ് ഹാവിംഗ് സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്സ്. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ്സിൽ അത്യാവശ്യം ഡിഫറൻസ് ഉള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ലിക്വിഡ്സ് ഹാവിംഗ് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സ് വേപ്പറൈസ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഇല്ലേ, ഇപ്പോൾ വേറെ വേറെ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിന് മിക്സ്ചർ ഉണ്ടെങ്കിൽ ഒരു ടെമ്പറേച്ചറിൽ ഒന്ന് മാത്രം നമുക്ക് ബോയിൽ ചെയ്ത് അതിന് ഗ്യാസ് ആയിട്ട് മാറ്റും. ആ ഗ്യാസ് മേലെ വരുമ്പോൾ അത് കൂളാവുന്നു. ആൻഡ് ദി ലിക്വിഡ് സോ ഫോംഡ് ആർ കളക്റ്റഡ് സെപ്പറേറ്റ്. ഇപ്പം ഒന്നാലേക്ക് ഒന്നിന് ഒരു ലിക്വിഡിന് ബോയിലിംഗ് ടെമ്പറേച്ചർ 100 കെൽവിനും ഒന്നിന്റെ 130 കെൽവിനാണ് ആലോചിക്കുക. ശരി, ഇപ്പൊ നമ്മൾ 100 കെൽവിനിലേക്ക് ഹീറ്റ് ചെയ്താൽ എന്തായാലും നമ്മുടെ ഈ ലിക്വിഡ് മാത്രം മേലെ ഗ്യാസ് ആയിട്ട് വന്ന് അതിനെ നമുക്ക് കണ്ടൻസ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. വേപ്പേഴ്സ് ആർ എക്സാമ്പിൾ വന്നിരിക്കുന്നത് ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ് 334 കെൽവിൻ ആണ്. അനിലിൻ്റെത് 457 കെൽവിൻ ആണ്. ഇതിന് രണ്ടിനെയും കൊണ്ട് മിക്സർ വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്റ്റിലേഷൻ വഴി മാറ്റാം. അപ്പോൾ അത് ആദ്യം ക്ലോറോഫോം നമുക്ക് വേപ്പർ ആക്കി എന്നെ കണ്ടൻസ് ചെയ്തെടുക്കാം. The liquid mixture is taken in a round bottom flask and heated carefully. On boiling, the vapors of lower boiling component are formed first. Vapors are condensed by using a condenser. അപ്പോൾ നമ്മുടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ രണ്ട് ലിക്വിഡും കൂടെ എടുത്ത് അതിന് ഹീറ്റ് ചെയ്യുന്നു. അതിന്റെ വേപ്പർ നമുക്ക് മേലോട്ട് വരും. ഇല്ല, ആ വേപ്പറിന് നമ്മൾ കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്നു. കണ്ടൻസറിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വേപ്പർ ലിക്വിഡ് ആയിട്ട് നമുക്ക്
തിരിച്ച് നമുക്കിത് ഇവിടെ കളക്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്. അപ്പൊ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? അത് നമുക്ക് നോക്കാം. ഇഫ് ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ടു ലിക്വിഡ്സ് ഇസ് നോട്ട് സിമ്പിൾ ഡിസ്റ്റിലേഷൻ കനോട്ട് ബി ജസ്റ്റിഫൈഡ് ദാറ്റ്. അപ്പൊ എന്താണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചാണ് സെപ്പറേറ്റ്. The vapors of such liquids are formed within the same temperature range and are condensed simultaneously. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്താണ്, ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഈ രണ്ട് ലിക്വിഡിന്റെയും വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യും അല്ലേ. In this technique, vapors of a liquid mixture are passed through a fractionating column before condensation. The fractionating column is fitted over the mouth of the round bottom flask. അപ്പൊ എന്താണ് ഈ വേപ്പേഴ്സ് എന്താണ് ആദ്യം ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം വഴി കോളത്തിലൂടെ നമ്മൾ കടത്തിവിടും. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. അപ്പൊ ആ രണ്ട് ലിക്വിഡിന്റെയും കൂടെ വേപ്പർ ഇതിലൂടെയാണ് ആദ്യം കടത്തി വരികയാണ്. The vapors of the liquid with higher boiling point condense before the vapors of the liquid with the lower boiling point. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം നോക്കാം ഒരുപാട് ചെറിയ ബീഡ്സ് ആണല്ലേ. അപ്പം ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ് എന്താണ് ഈ ബീഡ്സിൽ തട്ടി എന്താണ് ആദ്യം കണ്ടൻസ് ചെയ്യും. ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആ ലിക്വിഡ്, ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഗ്യാസ് എന്തായിരിക്കും, അത് മേലേക്ക് ഇങ്ങനെ കടന്ന് പോയി നമ്മുടെ കണ്ടൻസറിലെത്തും. ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് നമ്മുടെ ബീഡ്സിൽ തട്ടി വീണ്ടും താഴോട്ട് വീണുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബൈ ദ ടൈം ദ വേപ്പേഴ്സ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി ഫ്രാക്ഷനേറ്റിംഗ് കോളം ദീസ് ആർ റിച്ച് ഇൻ ദി മോർ വോളറ്റൈൽ കോമ്പൗണ്ട്. ഇപ്പം വലിയ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് താഴെയുള്ള ബീഡ്സിൽ തന്നെ തട്ടി വീണ്ടും ആ ഫ്ലാസ്കിലേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പൊ ആ വേപ്പേഴ്സ് മേളിലെത്തുന്ന വേപ്പേഴ്സ് എന്തായിരിക്കും, ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡിന്റെ വേപ്പേഴ്സ് മാത്രമേ മേളിൽ എത്തത്തുള്ളൂ. അതായിരിക്കും നമ്മളിവിടെ കണ്ടൻസ് ചെയ്ത് എത്തുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് കോളംസ് ആർ അവൈലബിൾ ഇൻ വേരിയബിൾ സൈസസ് ആൻഡ് ഡിസൈൻസ്. ഇപ്പൊ എന്താണ് ഫ്രാക്ഷനേറ്റിംഗ് കോളംസ് നമുക്ക് പല സൈസിലും ഡിസൈനിലും ഉണ്ട്. അത് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അണ്ടർ സിംഗിൾ പാക്ഡ് കോളം, ബബിൾ പ്ലേറ്റ് കോളം, ഇതെല്ലാം പലതരം ഫ്രാക്ഷനേറ്റിംഗ് കോളംസ് ആണ്. A fractionating column provides many surfaces for heat exchange between the ascending vapors and the descending condensed liquid. ഇപ്പൊ എന്താണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്താണ് ചെയ്യുന്നത്, അതിന് നമുക്ക് ഒരുപാട് സർഫസ് തരും. എന്തിന്, നമുക്ക് മേളിലേക്ക് വരുന്ന വേപ്പേഴ്സിന് കണ്ടൻസ് ചെയ്യാനും മാത്രമല്ല താഴേക്ക് കണ്ടൻസ് ആയിട്ട് വരുന്ന ലിക്വിഡും ആ വേപ്പേഴ്സ് താഴേക്ക് കണ്ടൻസ് ആയി വരുന്ന ലിക്വിഡും മേലേക്ക് വരുന്ന വേപ്പേഴ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടത്താൻ ഒരുപാട് സർഫസസ് തരും. അതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം ചെയ്യുന്നത്. Some of the condensed liquid in the fractionating column obtain heat from the ascending vapors and re-vaporize. The vapors thus become richer in low boiling company. ഇപ്പൊ എന്താണ് താഴേക്ക് ഫ്രാക്ഷനിങ് കോളം മേലെ എന്താണ് താഴേക്ക് കണ്ടൻസ് ചെയ്ത് വരുന്ന ലിക്വിഡ് ഉണ്ട്, മേലേക്ക് നമ്മുടെ വേപ്പറും വരുന്നത്. ഈ വേപ്പർ എന്താണ് ഇതിന് ഹീറ്റ് കൊടുത്തോണ്ട് തിരിച്ച് കണ്ടൻസ് ചെയ്ത് വരും. ഈ കണ്ടൻസ് ചെയ്ത് വന്ന ലിക്വിഡ് തിരിച്ച് വേപ്പറായിട്ട് മേലേക്ക് വരും. ഇപ്പൊ എന്താണ് മേലേക്ക് വരുന്തോറും നമ്മൾ ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡിന് വേപ്പർ മാത്രമേ മേലെ കാണത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. After a series of successive distillation, the remaining liquid in the distillation flask get increased in high boiling compound. ഇപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഈ ഫ്ലാസ്കിൽ നമ്മുടെ ഹൈ ബോയിലിംഗ് കമ്പൗണ്ടിന്റെ നമുക്ക് ബാക്കി കിട്ടും. ലോ ബോയിലിംഗ് കമ്പൗണ്ട് നമുക്ക് ഈ ഫ്ലാസ്കിൽ കിട്ടും. ഓക്കെ. Each successive condensation and vaporization unit in fractionating cold is called a theoretical plate. ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലുള്ള എന്താണ് ഓരോ കണ്ടൻസേഷൻ വേപ്പറൈസേഷൻ യൂണിറ്റിനെ അതിനാണ് നമ്മൾ എന്താണ് ഒരു തിയററ്റിക്കൽ പ്ലേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടൻസേഷൻ പ്ലേറ്റ് നോക്കാൻ ബംബ്ലിക് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും എന്തോ ഒരു തിയററ്റിക്കൽ പ്ലേറ്റ്. ഇതൊരെണ്ണം. അപ്പൊ ഒരുപാട് തിയററ്റിക്കൽ പ്ലേറ്റ് ചേർന്നതാണ് എന്ത് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം. One of the technological applications of fractional distillation, fractional distillation എവിടെയാണ് ഉപയോഗിക്കുന്നത്, is to separate different fractions of crude oil in petroleum industry. അപ്പം പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ക്രൂഡ് ഓയിലത്തിന്റെ ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വരെയാണ് ചെയ്യുന്നത്. അടുത്ത ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. This method is used to purify liquids having very high boiling points and those which decompose at or below their boiling points. ഇപ്പൊ എന്താണ് ഹൈ ബോയിലിംഗ് പോയിന്റ്സ് ഉള്ളവരും അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പേ ഡീകമ്പോസ് ആയി പോകുന്ന മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് അവരെ നമുക്ക് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ് ചെയ്യുന്നത്. Such liquids are made to boil at a temperature lower than the known boiling point by reducing the pressure on the surface. അപ്പം എന്താണ് അവിടുത്തെ പ്രഷർ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും നമുക്കറിയാം. അപ്പൊ ആ പ്രഷർ കുറയ്ക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുന്നതിലൂടെ വലിയ ബോയിലിംഗ് പോയിന്റ് സാധാരണ ബോയിൽ ചെയ്യുന്ന ആൾക്കാർ ചെറിയ എന്താണ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. The liquid boils at a temperature in which its vapor pressure is equal to the external pressure. അപ്പോൾ വേപ്പർ പ്രഷർ ഈക്വൽ ആണ് എക്സ്റ്റേണൽ പ്രഷറിനായിട്ട് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ് വിളിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കുറച്ചാൽ ബോയിലിംഗ് പോയിന്റും കുറയും. The pressure is reduced with the help of a water pump or vacuum pump. അപ്പോൾ ഈ
ഡിസ്റ്റിലേഷൻ അണ്ടർ reduced പ്രഷർ അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഗ്ലിസറോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സ്പെൻഡ് ലൈൻ സോപ്പ്. ഇപ്പോൾ സോപ്പ് ഇൻഡസ്ട്രിയിലാണ് ഗ്ലിസറോളിന്റെ സെപ്പറേഷന് വേണ്ടിയാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.